പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡയന എന്നാണ്. ഞാൻ 2 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഗിരീഷ് പാസ്റ്ററിനോട് സഹായം ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന് എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുവാൻ വേണ്ടിയുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് US-ലാണ്. ഇത് രണ്ടും 2019 തീരുന്നതിന് മുൻപ് തന്നെ നടക്കുമെന്ന് പാസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ കർത്താവ് എനിക്ക് സാധിപ്പിച്ചു തന്നു. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഞായറാഴ്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവുകയാണ്. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത് സാധിപ്പിച്ച് തരുമെന്ന്. ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ദൈവം എല്ലാവരെയും നല്ലപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡയന. ഇത് എൻ്റെ ഹസ്ബൻഡ് ബിജോ. ഇത് ഞങ്ങളുടെ മകൻ ആഡം. ഞാനൊരു സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഗിരീഷ് പാസ്റ്ററിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ്. ആൻറ്റിയാണ് എനിക്ക് നമ്പർ തന്നത്. അങ്ങനെ ഞാൻ പാസ്റ്ററിനെ വിളിച്ചു. ഞാൻ പാസ്റ്ററിനോട് ഇങ്ങനെ എൻ്റെ 2 ആവശ്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് US-ലായിരുന്നു. അപ്പം എനിക്ക് US-ൽ വേഗം പോകാൻ പറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ വിളിച്ച് ഫോണിൽ കൂടെയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കുറേ തവണ ലീവിന് വന്നായിരുന്നു. ഞങ്ങളുടെ കല്യാണം 2017 ജൂലൈയിലായിരുന്നു നടന്നത്. അതിനുശേഷം 2-3 തവണ വന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായില്ല. ഞാൻ ആശുപത്രിയിൽ പോയി ഗുളിക കഴിച്ചു, എന്നിട്ടൊന്നും കുഞ്ഞുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ നിരാശയിലിരിക്കുന്ന സമയത്ത് പാസ്റ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പ്രയറിൽ പങ്കെടുത്തു. ആ പ്രയർ കഴിഞ്ഞതിന് ശേഷം പാസ്റ്റർ ഞങ്ങളെ വിളിച്ച് പേഴ്സണലി പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ തൊട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾക്കൊരു വചനം പറഞ്ഞു തന്നു. പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതായിരുന്നു. ഞാനുണ്ടാക്കിയ പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നീയും നിൻ്റെ തലമുറയും എന്നേക്കും നിലനിൽക്കും എന്നുള്ളൊരു വചനമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി. അതിൻ്റെ പിറ്റേ മാസം ദൈവാനുഗ്രഹത്താൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കേട്ടു. മരുന്ന് കഴിച്ചിട്ടും ഒന്നും ഉണ്ടാവാതിരുന്നത് ദൈവപ്രവൃത്തി തെളിവായി. അത് കഴിഞ്ഞ് അത്ഭുതം എന്ന് പറയട്ടെ, 3-ാം മാസമായപ്പോൾ എനിക്ക് വെൽക്കം ലെറ്റർ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 5-ാം മാസമായപ്പോൾ US-ൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നാണ് ഡെലിവറി ആയത്. 2 മാസം കൂടെ താമസിച്ചായിരുന്നെങ്കിൽ എനിക്കത്, അല്ലെങ്കിൽ ശരിയായില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ വരാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഡെലിവറി ആയത്. അതുപോലെ തന്നെ കൊറോണ കൂടി നിന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തോട്, ദൈവമേ ഈ കൊറോണയുടെ നടുവിൽ ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പേടിച്ചു. പക്ഷേ അത്ഭുതം, ദൈവം അവിടെയും പ്രവർത്തിച്ചു. അവിടെ ഒരു കൊറോണ രോഗി പോലും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ ഹൃദയവും കണ്ട് മനസ്സലിഞ്ഞ് ഇവനെ ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ ലോകത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരും ഉണ്ടാവത്തില്ല. അവരുടെ സമയം വേറുള്ളവരെ കുറ്റം പറയാനല്ലാതെ ആരും പ്രാർത്ഥിക്കാൻ ഉണ്ടാവത്തില്ല. പക്ഷേ അതിനുവേണ്ടി സമയം കണ്ടെത്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഗിരീഷ് പാസ്റ്റർ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്ററുടെ പ്രാർത്ഥനയും എൻ്റെ കണ്ണുനീരും കണ്ടിട്ടാണ് ദൈവം ഞങ്ങൾക്ക് ഇവനെ തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാതെ മരുന്നുകൊണ്ടോ ഗുളിക കൊണ്ടോ കഴിയുന്നതല്ല. ദൈവം തമ്പുരാൻ ഒരാൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കണ്ണുനീര് ദൈവസന്നിധിയിൽ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം ദൈവം തന്നിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനൊരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കൊറോണ സമയത്ത് എല്ലാവരെയും ദൈവം കരുതിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.